ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഹൗ ടു ഗ്രോ ഡ്രീം ലൈഫ്. നമ്മുടെ ഡ്രീം ലൈഫ് എങ്ങനെ ഗ്രോ ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഐഡിയാസ് ഉള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഒന്നും ചെയ്യാതെ അവർ വെറുതെ ഇരിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഐഡിയാസ് എവിടെ നിന്ന് തുടങ്ങണം എന്ന് നോക്കണം. നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടോ അവയെല്ലാം നമുക്ക് നമ്മുടെ ഒരു ബുക്കിലേക്ക് എഴുതാം. നമുക്ക് ജീവിക്കാനുള്ള ഡ്രീം ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നാം തീരുമാനിക്കണം. എപ്പോഴും ഒരു ഗോൾ ഉണ്ടായിരിക്കുക. ലോകത്ത് ആർക്കാണ് സ്വപ്നങ്ങളില്ലാത്തത്? എങ്ങനെ ഏത് രീതിയിൽ ജീവിക്കണം, എവിടെയൊക്കെ പോകണം, എല്ലാറ്റിനും ഒരു പ്ലാൻ തയ്യാറാക്കുക. ഓരോ മന്ത്സും ഓരോ വീക്സും എങ്ങനെയായിരിക്കണം എന്ന് പ്ലാൻ ചെയ്യാം. ഓരോ വർഷവും ഇത്ര വർഷമാകുമ്പോൾ എനിക്ക് എന്ത് നേടണം എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതെല്ലാം നാം എഴുതി തന്നെ വെക്കണം. നാം സ്വപ്നങ്ങളെല്ലാം എഴുതി വെച്ച ശേഷം നമുക്ക് നേടാനായി ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാം. ഡെയിലി നാം എഴുതിയ സ്വപ്നങ്ങൾ എടുത്തു നോക്കാം. നമ്മുടെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങളും എഴുതി വയ്ക്കാം. ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉള്ള ആൾക്കാർ എന്നും നേരത്തെ തന്നെ എണീക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടുന്നു. നമ്മൾ നേരത്തെ എണീച്ച ശേഷം പ്രയോറിറ്റി അനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. നമുക്ക് എന്നും ഓരോ റുട്ടീൻസ് ഉണ്ടാകണം. നാം ഒരിക്കലും നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത്. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. സമയത്തിന് വാല്യൂ കൊടുക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഫോൺ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. നമ്മുടെ ലക്ഷ്യം നേടുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ലക്ഷ്യം മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സമയങ്ങൾ കളയുന്ന കാര്യങ്ങൾ എഴുതി വയ്ക്കുക. കൂടുതലും സോഷ്യൽ മീഡിയാസ് ആയിരിക്കാം നമ്മുടെ ടൈം കളയുന്നത്. കൃത്യമായ ഒരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കുക. കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുക. നാം ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അതൊക്കെ ചെയ്യാൻ കറക്റ്റ് സമയം എഴുതി വയ്ക്കുക. കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ ശീലിക്കുക. കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കാനും ശീലിക്കുക. നാം എപ്പോഴും പെർഫെക്ഷനിസം ഫോളോ ചെയ്യേണ്ടതില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അതിന് പെർഫെക്റ്റ് ആവണം എന്നില്ല. ജീവിതത്തിൽ ഗ്രോത്താണ് ആവശ്യം. എപ്പോഴും പ്രാർത്ഥന ശീലമാക്കുക. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോട് അടുക്കുക. നമുക്കുള്ളതിൽ തൃപ്തിപ്പെടുക. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ഡ്രീം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ചാനൽ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.